ജനാധിപത്യത്തിന്റെ കാതൽ എന്നത് വിയോജിക്കാനുള്ള അവകാശമാണ്. ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഏതൊരു പൗരനും ഇന്ത്യൻ ഭരണഘടന പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ ഈ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളും നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള ക്രിമിനൽ ആക്രമണങ്ങളും തമ്മിൽ വളരെ നേർത്തൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പ് ലംഘിക്കപ്പെടുമ്പോൾ കേവലം ഒരു ദിവസത്തെ ചാനൽ ചർച്ചകൾക്കെല്ലാം അപ്പുറം ആവേശത്തിൽ നിയമം കയ്യിലെടുക്കുന്ന സാധാരണക്കാരൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ഭാവി എന്നേക്കുമായി ഇരുളടഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. തങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ അന്വേഷണ ഏജൻസികൾ തിരിയുമ്പോൾ അണികൾ വൈകാരികമായി പ്രതികരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു വലിയ സംഭവമൊന്നുമല്ല. അണികളുടെ ഈ വികാരം പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രതിരോധ ആയുധങ്ങളായി മാറ്റാറുമുണ്ട്. എന്നാൽ ഈ വൈകാരികത അതിരുവിട്ട് നിയമപാലകർക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും നേരെയുള്ള അക്രമമായി മാറുമ്പോൾ അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായി മാറുക കൂടിയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അരങ്ങേറിയ ആക്രമണ സംഭവങ്ങൾ ഈ കടുത്ത യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ കല്ലെറിയുന്നതും അവരുടെ വാഹനങ്ങൾ തല്ലി തകർക്കുന്നതും കേവലം ഒരു രാഷ്ട്രീയ പ്രതിഷേധമായി കണ്ട് തള്ളിക്കളയാനും കഴിയില്ല. ഇത്തരം സാഹചര്യത്തിൽ നേതാക്കൾ പ്രകോപിതരാകുമ്പോൾ തെരുവിലിറങ്ങി ക്രിമിനൽ കേസിൽ പ്രതികളാകുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർ പിന്നീട് നേരിടേണ്ടി വരുന്ന ഭയാനകമായ നിയമക്കുരുക്കുകളും ജീവിത പ്രതിസന്ധികളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം നഗരത്തിലെ ബേക്കറി ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താൽക്കാലികമായി വാടകയ്ക്ക് താമസിക്കുന്ന വസതി പുലർച്ചയോട് അടുക്കുന്ന സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്കായി എത്തുന്നു. മണിക്കൂറുകൾ നീണ്ട അതീവ രഹസ്യമായ പരിശോധനയ്ക്കെല്ലാം ഒടുവിൽ പുലർച്ചയോടെ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുമെന്ന വാർത്ത പറഞ്ഞതോടെ വസതിക്ക് മുന്നിലേക്ക് പാർട്ടിയുടെ സജീവ പ്രവർത്തകരെല്ലാം തടിച്ചുകൂടാൻ തുടങ്ങി. തുടക്കത്തിൽ സാധാരണ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളും പ്രതിഷേധങ്ങളും ഒതുങ്ങി നിന്ന രംഗങ്ങളാണ് പിന്നീട് അപ്രതീക്ഷിതമായി അക്രമസക്തമാകുന്നത്. പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ തങ്ങളുടെ വാഹനങ്ങളിലേക്ക് കയറിയ ആ നിമിഷം സകല നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ ED സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ് ചെയ്തത്. മുദ്രാവാക്യം വിളികൾ പെട്ടെന്ന് തന്നെ തെറിവിളികളിലേക്കും കല്ലേറിലേക്കും മാറുന്ന സാഹചര്യമുണ്ടായി. ED സംഘം സഞ്ചരിച്ചിരുന്ന 3 ഔദ്യോഗിക കാറുകൾക്ക് നേരെയാണ് അക്രമികൾ കല്ലുകളും ഇഷ്ടികളും ഉപയോഗിച്ച് ആഞ്ഞടിച്ചത്. വാഹനങ്ങളുടെ ചില്ലുകൾ തല്ലി തകർത്തു. അക്രമികളുടെ കല്ലേറിലും ചില്ലുതുണ്ടുകൾ തെറിച്ചും ഒരു വാഹനത്തിന്റെ ഡ്രൈവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോരയിലിപ്പിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ പിന്നീട് മറ്റുദ്യോഗസ്ഥർ ചേർന്ന് അടിയന്തര ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയത്. സാധാരണഗതിയിൽ ഇത്തരം ഉയർന്ന കേന്ദ്ര ഏജൻസികൾ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ലോക്കൽ പോലീസ് ശക്തമായ സുരക്ഷ ഉറപ്പാക്കാറുണ്ട്. എന്നാൽ ഇവിടെ തലസ്ഥാനത്തെ പോലീസ് ഒരുക്കിയ സുരക്ഷാ വലയം പൂർണ്ണമായും ഭേദിച്ചുകൊണ്ടായിരുന്നു അക്രമസക്തരായ ജനക്കൂട്ടം ED ഉദ്യോഗസ്ഥർക്കും അവരുടെ സുരക്ഷയ്ക്കായി എത്തിയ കേന്ദ്രസേനയ്ക്ക് നേരെ തിരിഞ്ഞത്. ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് സംവിധാനം അക്രമികളെ തടയുന്നതിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. അക്രമം അഴിച്ചുവിട്ടതിന് ശേഷം പോലീസിന് നേരെയുള്ള അല്ലെങ്കിൽ പോലീസിനെ നേരിട്ടുള്ള പിടിയിൽപ്പെടാതിരിക്കാൻ അക്രമികൾ വളരെ വേഗം പാളയത്തുള്ള പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറി അഭയം പ്രാപിച്ചു. തുടർന്ന് തലസ്ഥാന നഗരി പിടിച്ചു കുലുക്കിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയതെല്ലാം. പ്രതികളെ വിട്ടു നൽകില്ലെന്ന നിലപാടിൽ പാർട്ടി ഉറച്ചു നിന്നതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകളും കടുത്ത സമ്മർദ്ദങ്ങളുമാണ് നടന്നത്. ഒടുവിൽ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും കടുത്ത വിമർശനത്തിന് പിന്നാലെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഒറ്റനോട്ടത്തിൽ ഇത് കേന്ദ്ര ഭരണകൂടത്തിന്റെ വേട്ടയാടലിനെതിരെയുള്ള ഒരു വിരോചിതമായ രാഷ്ട്രീയ മുന്നേറ്റമായി അണികൾക്ക് തോന്നാമെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധാരണ യുവാക്കൾ ഇനി നേരിടാൻ പോകുന്ന നിയമപരമായ കടമ്പകൾ അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഒരു കേന്ദ്ര ഏജൻസിയുടെ വാഹനത്തിൻ്റെ ചില്ല് തകർക്കുമ്പോഴോ അല്ലെങ്കിൽ തകർത്തതുകൊണ്ടോ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ കോളറിൽ പിടിച്ച് വലിക്കുമ്പോഴോ താൻ പാർട്ടിക്കുള്ളിൽ വലിയ ഹീറോ ആയി മാറുകയാണെന്നാണ് പല യുവ നേതാക്കളും അല്ലെങ്കിൽ പ്രവർത്തകരും തെറ്റിദ്ധരിക്കുന്നത്. ആക്രമണം നടത്തുന്ന ആ ഒരു നിമിഷത്തിൽ ചുറ്റുമുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന കയ്യടികളും സോഷ്യൽ മീഡിയയിലെ മാസ് പരിവേഷങ്ങളും അഭിനന്ദന പോസ്റ്റുകളും അവരെ താൽക്കാലികമായി ആവേശഭരിതരാക്കുകയും ചെയ്യും. എന്നാൽ നിയമത്തിൻ്റെ കറുത്ത ചക്രങ്ങൾ തിരിഞ്ഞു തുടങ്ങുമ്പോൾ ഈ ആവേശം വളരെ വേഗം കണ്ണീരായി മാറും എന്നുള്ളതാണ് കൈപ്പേറിയ യാഥാർത്ഥ്യം എന്നത്. തുടക്കത്തിൽ പാർട്ടി നേതൃത്വം നിയമസഹായങ്ങളും വക്കീലിനെയും കോടതിയും ജാമ്യം നിൽക്കാനും ആളുകളെയും ഏർപ്പെടുത്തി കൊടുത്തേക്കാം. എന്നാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കോടതി വ്യവഹാരങ്ങൾക്കും അതുപോലെ ജയിൽവാസത്തിനും ഇടയിൽ കേസിൽ പ്രതിയായ വ്യക്തിയും അയാളെ മാത്രം വിശ്വസിച്ച് കഴിയുന്ന കുടുംബവും മാത്രമായിരിക്കും ഈ ഭാരം മുഴുവൻ സ്വന്തം ചുമലിൽ ചുമക്കേണ്ടി വരിക. നേതാക്കൾ പിന്നീട് വേറെ തിരക്കുകളിലേക്ക് പോവുകയും ചെയ്യും. അണികൾ കോടതി വരാന്തകളിൽ ജീവിതം ഹോമിക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത് ഒരു സാധാരണ നാട്ടു നടപ്പ് അടിപിടി കേസ് പോലെയല്ല നിയമ സംവിധാനം കാണുന്നത്. അതിനെ ഭരണകൂടത്തിന് നേരെയുള്ള അത്യന്തം ഗൗരവമേറിയ വെല്ലുവിളിയാണ് കോടതികൾ വിലയിരുത്തുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്നും രാജ്യം ഭാരതീയ ന്യായ സംഹിതയിലേക്ക് മാറിയ ഈ പുതിയ കാലഘട്ടത്തിൽ കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നവർക്ക് പഴുതുകളില്ലാത്ത കടുത്ത നിയമ നടപടികളാണ് നേരിടേണ്ടി വരിക. ഡ്യൂട്ടിയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള ഒരു ഉന്നത ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 121 പ്രകാരം അതിഗുരുതരമായ കുറ്റമാണ്. കേവലം ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിനെല്ലാം മാത്രം അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഒരു 5 വർഷം വരെ
തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പാണ് ഇതിൽ ചുമത്തുക. ഇതിൽ ലോക്കൽ പോലീസിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുകയുമില്ല. അതായത് സാധാരണ അടിപിടി പോലെയല്ല ഇത്. BNSലെ 121 വകുപ്പ് പ്രകാരം ഒരു കേസെടുത്താൽ മിനിമം 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ ഇത് കാരണമാകും. അക്രമം ഇതിലും കടന്ന് ഉദ്യോഗസ്ഥരെ ശാരീരികമായി ഉപദ്രവിക്കുകയോ അവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയോ ചെയ്താൽ നിയമം അതിൻ്റെ ക്രൂരമായ മുഖം പുറത്തെടുക്കുകയും ചെയ്യും. BNS സെക്ഷൻ 122 പ്രകാരം 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന വലിയ കുറ്റകൃത്യമായി ഇത് മാറുകയും ചെയ്യും. തിരുവനന്തപുരത്തെ സംഭവത്തിൽ സംഭവിച്ചതുപോലെ സംഘം ചേർന്ന ആക്രമണം അഴിച്ചുവിടുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായി സംഘം ചേർന്നു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് BNS സെക്ഷൻ 189 ഒപ്പം സെക്ഷൻ 221 ഇവർക്കെതിരെ ചുമത്തപ്പെടുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ പരിക്കേറ്റ ഡ്രൈവറുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ളതാണ് പരിക്കെങ്കിൽ വധശ്രമത്തിന് സെക്ഷൻ 109 കൂടി ഉൾപ്പെടുത്താൻ പോലീസിന് പൂർണ്ണ അധികാരവുമുണ്ട്. വർഷങ്ങളോളം നീളുന്ന വിചാരണകളും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത യൗവനവും കോടതി വിധിക്കുന്ന ഭീമമായ പിഴയും ഒരു സാധാരണക്കാരൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയെ പൂർണ്ണമായും തകർത്തെറിയുന്നതായിരിക്കും. കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുന്ന കേസിൽ പ്രതിയാകുന്ന ഒരാളുടെ ദുരന്തം കോടതി വിധിക്കുന്ന ജയിൽ ശിക്ഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് പല യുവാക്കളും മനസ്സിലാക്കാത്ത ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അല്ലെങ്കിൽ കേസ് നടക്കുന്ന സമയത്ത് വർഷങ്ങളോളം ജാമ്യത്തിൽ പുറത്തു നിന്നാലും സമൂഹത്തിൽ സാധാരണ നിലയിൽ ജീവിക്കാനുള്ള അയാളുടെ എല്ലാ വാതിലുകളും ഓരോന്നായി അടയുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ സാമ്പത്തിക ഉപരോധമാണ്. ഒരു ക്രിമിനൽ കേസിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ ആക്രമിച്ച കേസിൽ പ്രതിയാകുന്ന വ്യക്തിക്ക് പിന്നീട് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ബാങ്കിൽ നിന്നോ 1 രൂപ പോലും വായ്പ ലഭിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമായി മാറുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് സ്വന്തമായി 1 സെന്റ് മണ്ണിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ സഹോദരന്റെ വിവാഹം അന്തസ്സായി നടത്താനോ സ്വന്തം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ ബാങ്ക് ലോണുകളുടെ ആശ്രയിക്കാത്ത സാധാരണക്കാർ ചുരുക്കം കൂടിയാണ്. എന്നാൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ സിവിൽ സ്കോറിന് അത് വളരെ ദോഷകരമായി ബാധിക്കും. ബാങ്കുകളുടെ കർശനമായ പശ്ചാത്തല പരിശോധനയിൽ കേന്ദ്ര ഏജൻസികളെതിരെ കേസ് തെളിഞ്ഞു വരുന്നതോടെ അപേക്ഷകനെ ബാങ്ക് ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുത്തുകയും ലോൺ അപേക്ഷകൾ നിർദാക്ഷിണ്യം തള്ളിക്കളയുകയും ചെയ്യും. ഒരു വൈകാരിക നിമിഷത്തിൽ നേതാവിൻ്റെ കയ്യടിക്കായി എറിഞ്ഞ ഒരു ഇഷ്ടിക, ഒരു കല്ല് ഒരു പക്ഷേ സ്വന്തമായ ഒരു വീടെന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആജീവനാന്ത സ്വപ്നത്തെയായിരിക്കും എന്നേക്കുമായി തകർത്ത് തരിപ്പണമാക്കുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് PSC വഴിയോ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയോ ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ളത്. അതിനായി വർഷങ്ങളോളം രാവും പകലുമില്ലാതെ കോച്ചിങ് സെൻ്ററുകളിൽ അവർ കഠിനാധ്വാനം ചെയ്യാറുമുണ്ട്. എന്നാൽ ഒരു നിമിഷത്തെ രാഷ്ട്രീയ ആവേശത്തിൽ ED ഉദ്യോഗസ്ഥരുടെ കാറിൻ്റെ ചില്ല് തകർത്ത കേസിൽ പ്രതിയായാൽ ആ യുവാവിൻ്റെ സർക്കാർ ജോലി എന്ന സ്വപ്നം എന്നേക്കുമായി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഏത് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് PCC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് പോലീസ് ഒരിക്കലും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല. ഇനി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയാൽ പോലും നിയമന ഉത്തരവ് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. ഇനി സർക്കാർ ജോലി വേണ്ട, വിദേശത്തോ ഗൾഫ് രാജ്യങ്ങളിലോ പോയി ഒരു തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്താമെന്ന് വിചാരിച്ചാലും അവിടെയും ഈ നിയമക്കുരുക്ക് വലിയ വിലങ്ങുതടിയായി ഇവിടെ നിൽക്കുകയും ചെയ്യും. വിദേശ യാത്രകൾക്ക് പാസ്പോർട്ട് അത്യന്താപേക്ഷിതമാണ്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ സമയത്ത് ഇത്തരം ക്രിമിനൽ കേസുകൾ ഉള്ളതായി കണ്ടെത്തിയാൽ പാസ്പോർട്ട് ലഭിക്കുന്നത് വലിയ കാലതാമസത്തിന് ഇടയാക്കുകയോ പൂർണ്ണമായി നിഷേധിക്കപ്പെടുകയോ ചെയ്യും. നിലവിൽ പാസ്പോർട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുന്നത് അസാധ്യമാവുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളുടെ എംബസികൾ വിസ അനുവദിക്കുന്നതിന് മുമ്പ് നടത്തുന്ന കർശനമായ ക്രിമിനൽ പശ്ചാത്തല പരിശോധനയിലും ഇത്തരം കേസുകൾ വലിയ തടസ്സമായി മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ തൻ്റെ നാടിൻ്റെ അതിർത്തി വിട്ട് പുറത്തു പോകാനോ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാനോ ഉള്ള എല്ലാ വഴികളും നിയമത്തിന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടും. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ജനാധിപത്യത്തിൽ അനവധി മാർഗങ്ങളുണ്ട്. സമാധാനപരമായി ധർണയിരിക്കാം, കരിങ്കൊടി കാണിക്കാം, ജനങ്ങളെ അണിനിർത്തി പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാം. എന്നാൽ നിയമം നടപ്പിലാക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുന്നതും അവരെ ശാരീരികമായി ആക്രമിക്കുന്നതും അത്തരം ജനാധിപത്യ മാർഗങ്ങളിലൊന്നും ഉൾപ്പെടുന്നതുമല്ല. ഈ വ്യക്തി തന്നെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തൻ്റെ രാഷ്ട്രീയ ആദർശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ അത് സ്വന്തം ഭാവിയെയും കുടുംബത്തിൻ്റെയും അത്താഴത്തെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അന്ധമായ ആക്രമണങ്ങളിലേക്ക് വഴിമാറുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ആ സാധാരണ പ്രവർത്തകന് മാത്രമാണ്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കുമുള്ള ഒരു വലിയ പാഠം കൂടിയാണ്. നേതാക്കൾ അവരുടെ രാഷ്ട്രീയ യാത്രകളും ആഡംബര ജീവിതവും സുരക്ഷിതമായി തുടരും. അവർക്ക് മുന്നിൽ നിയമത്തിൻ്റെ വലിയ പഴുതുകൾ സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്യും. എന്നാൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സാധാരണ പ്രവർത്തകൻ പിന്നീട് പോലീസ് സ്റ്റേഷനുകളിലെല്ലാം
അതുപോലെ കോടതി വരാന്തകളിലും സ്ഥിരം സന്ദർശകനായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ജോലി നിഷേധിക്കപ്പെട്ട് വിദേശത്ത് പോകാൻ കഴിയാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരു ബാങ്ക് ലോൺ പോലും എടുക്കാൻ സാധിക്കാത്ത സമൂഹത്തിൽ ഒറ്റപ്പെടുന്നൊരവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന്, അല്ലെങ്കിൽ അത്രത്തോളം ഭയാനത്തിലേക്കാണ് ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും മുമ്പ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കൂടിയുണ്ട്. നിയമം അതിൻ്റെ കടമ നിർവഹിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കുന്നത് ഒരിക്കലും ധീരകൃത്യമൊന്നുമല്ല, മറിച്ച് സ്വന്തം ജീവിതം സ്വയം ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായി വേണ്ടൊരു കാര്യം.